രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇന്ദിരാ ക്യാൻറ്റീനിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മുടെ മേയറുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ദീപക് ജോയ് ഉണ്ട്, നമ്മുടെ MP ഹൈബീഡനുണ്ട്. അവർ ഇങ്ങനെ ഇഡ്ഡലിയുടെ സ്വാദൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? നല്ല ഭക്ഷണം, നല്ല. ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് സച്ചിനോട് ചോദിക്കാറ് എങ്ങനെയുണ്ടത് കഴിക്കുന്നതിന് മുമ്പ്. അദ്ദേഹം കുണ്ടറയുള്ള ആൾ, ഇവിടെ ജോലി ചെയ്യാം. അദ്ദേഹം തന്നെ പറയുന്നത് നല്ല ഭക്ഷണമാണ്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഭക്ഷണത്തിന്റെ സ്വാദ് അറിഞ്ഞുകൊണ്ട് വന്നതാണോ അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്? അല്ല, ഹൈബി കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ പറഞ്ഞു ഇന്ദിരാ ക്യാൻറ്റീനിൽ പോകണം, നല്ല ഭക്ഷണമെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് പരീക്ഷിച്ച് കളയാന്ന് കരുതി കയറുന്നതാണ്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിൽ വിവാദമില്ലാത്ത ഏത് കാര്യമുള്ളത്? ഇഡ്ഡലിയുടെ വലിപ്പം കുറവാണെന്ന് വേണമെങ്കിൽ പറയും. കുറച്ച് സാമ്പാറിൽ ഉപ്പ് കൂടിപ്പോയെന്ന് പറയും. അതൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നതാണ്. അത് വലിയ കാര്യമാക്കണ്ട. 10 രൂപയ്ക്ക് 3 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കിട്ടുമെങ്കിൽ അത് വലിയ കാര്യമല്ലേ? 2500 പേരിവിടെ വരുന്നു. അപ്പോൾ ചെറിയ പരാതികൾ ആർക്കെങ്കിലും ഉണ്ട്, അതെല്ലാം പരിഹരിക്കും അവർ. പിന്നെ വിമർശിക്കുന്നവരെപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടവർ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്. ചെറിയ ചില വിമർശനങ്ങളൊക്കെ ഒരു പുതിയ പദ്ധതി ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ദിരാ ക്യാൻറ്റീനിലെ അവിടുത്തെ ഭക്ഷണത്തിന്റെ മഹിമ എന്താണ് എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും ഷിജു ചവറയ്ക്കൊപ്പം ആൻമരിയ സണി 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.